Hello dear students, welcome to my channel. നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രൈക് ഫോം കണ്ടെത്തുന്ന രീതി പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ സമ്മിന്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ, സീക്വൻസിന്റെ ആൾജിബ്രൈക് ഫോം അല്ലെങ്കിൽ സീക്വൻസിന്റെ nth ടേം എങ്ങനെ കണ്ടെത്താം എന്നൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. Tn plus f minus എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് n വാല്യൂ കൊടുക്കാതെ ചെയ്യാം എന്ന് പറഞ്ഞു. ഇനി പറയുന്നത് സമ്മിന്റെ എന്ന് വെച്ചാൽ n ടേംസിന്റെ സമ്മ്, അതിന്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ തിരിച്ചു പറയാം n ടേംസിന്റെ സമ്മ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും സെയിം തന്നെയാണ്. സം ഓഫ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്നോ അല്ലെങ്കിൽ സം ഓഫ് n ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ രണ്ടും സെയിം ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് ശേഷം വരുന്ന മറ്റ് വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ n ടേംസിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണെന്ന് പറയാം. ഇത് ശരിക്കും നമുക്ക് ആൾജിബ്രൈക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ n ടേംസിന്റെ സമ്മ് മാത്രമല്ല ഏതിൻ്റെയും സമ്മ് കാണാൻ നമുക്കിത് ഉപയോഗിക്കാം. നമ്മൾ സമ്മ് കാണുന്ന വ്യത്യസ്ത രീതികൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓഡ് നമ്പർ ആകുമ്പോൾ, ഈവൻ നമ്പർ ആകുമ്പോൾ, അതേപോലെ നാച്ചുറൽ നമ്പർ, ഓഡ് നമ്പേഴ്സ്, പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, ഇത്ര രീതികളൊക്കെ നമ്മൾ മുൻപേ പറഞ്ഞിരുന്നതാണ്. ഇനി അതിൽപ്പെട്ട ലാസ്റ്റ് ഒരു മെത്തേഡ് കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഇതാണ്. നമുക്ക് സമ്മിനെ Sn എന്നാണ് സൂചിപ്പിക്കാമെന്ന് മുമ്പേ പറഞ്ഞിരുന്നു. Sn ഈക്വൽ ടു Pn² പ്ലസ് Qn. അപ്പൊ ഇതില് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, നമ്മൾ എപ്പോഴും തന്നെ ഉപയോഗിക്കുന്നത് നമ്പർ ഓഫ് ടേംസ്, എത്ര ടേമുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ n ടേംസിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ n അതേപോലെ കൊടുത്താൽ മതി. 10 ടേംസിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ n പകരം 10 കൊടുത്താൽ. അപ്പൊ ഇവിടെ p എന്താണെന്ന് അറിയണം. p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസിന്റെ ഹാഫ്. കോമൺ ഡിഫറൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാ? d ആണ്. ഹാഫ് കിട്ടാൻ നമുക്ക് /2. അപ്പൊ d/2 ആണ് ഇതിന്റെ p എന്ന് പറഞ്ഞാൽ. ഇനി q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f മൈനസ് p എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് ടേമിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസിന്റെ ഹാഫ് മൈനസ് ചെയ്യണം. അപ്പോൾ f മൈനസ് d/2 എന്ന് എഴുതാം. കോമൺ ഡിഫറൻസിന്റെ ഹാഫ്, അതല്ലെങ്കിൽ നമുക്ക് ഈ d/2 എന്ന് പറഞ്ഞാൽ p ആണല്ലോ, അപ്പോൾ f മൈനസ് p എന്നും എഴുതി വെക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. Pn² പ്ലസ് Qn, അതിൽ p എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസിന്റെ ഹാഫ്, q എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസിന്റെ ഹാഫ് മൈനസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ടേമിൽ നമ്മൾ f കൊടുത്തു, മൈനസ് കോമൺ ഡിഫറൻസിന്റെ ഹാഫ് നമ്മൾ p എന്ന ലെറ്റർ കൊടുത്തുകൊണ്ട് f മൈനസ് p എന്ന് ചുരുക്കി എഴുതാം. ഇനി നമുക്ക് n ടേംസിന്റെ സമ്മ് കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് 3, 9, 15 എക്സെട്ര. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ Sn ഈക്വൽ ടു Pn² പ്ലസ് Qn എന്നുള്ളതായിരുന്നു. പിയും ക്യൂവും കണ്ടെത്താം. p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസിന്റെ ഹാഫ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 6. അപ്പോൾ 6/2 എന്ന് പറഞ്ഞാൽ 3. ഇനി q എന്ന് പറഞ്ഞാൽ f മൈനസ് p എന്നുള്ളതായിരുന്നു. f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം 3 ആണ്, മൈനസ് p എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ p യും q യും കിട്ടി. ഇനി നമ്മളിതിൽ ഈ p ക്കും q ക്കും പകരം ഈ വാല്യൂസ് കൊടുത്താൽ മതി. p എന്നുള്ളത് 3 ആയതുകൊണ്ട് p ന്റെ പ്ലേസിൽ 3 കൊടുത്തു. ഇനി n² അതേപോലെ എഴുതി കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആൾജിബ്രൈക് എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ n വാല്യൂ കൊടുക്കണ്ട എന്നുള്ളതാണ്. അല്ലെങ്കിൽ n ടേംസിന്റെ സമ്മ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ n വാല്യൂ കൊടുക്കണ്ട. പ്ലസ് q എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ n അതേപോലെ എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3n² പ്ലസ് 0n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0. അപ്പോൾ 3n² ആണ് ഇതിന്റെ ആൾജിബ്രൈക് സം ഓഫ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ n ടേംസിന്റെ സമ്മ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the sum of first n terms of an arithmetic sequence 8, 12, 16 etc. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ Pn² പ്ലസ് Qn എന്നുള്ളതാണ്. p യും q യും കണ്ടെത്തണം. p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസിന്റെ ഹാഫ്. കോമൺ ഡിഫറൻസ് 4 ആണ്. അപ്പോൾ 4/2 ഈക്വൽ ടു 2 എന്ന് എഴുതാം. ഇനി q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f മൈനസ് p. f എന്ന് പറഞ്ഞാൽ 8 ആണ്, മൈനസ് p എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. ഇനി ഇതിൽ ഓരോന്നിനും വാല്യൂ കൊടുക്കാം. p ന്റെ പ്ലേസിൽ 2 കൊടുക്കുക. 2n² പ്ലസ് സൈൻ കൊടുത്തു. ഇനി q എന്ന് പറഞ്ഞാൽ 6n.
ഇനി ഇത് ആഡ് ചെയ്യരുത്. കുറെ പേര് 2 6 ആഡ് ചെയ്തിട്ട് 80n² എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. അത് തെറ്റാണ്. കാരണം 2ന്റെ കൂടെയും n ഉണ്ട്, 6ന്റെ കൂടെയും n ഉണ്ട്. അപ്പൊ ഇവിടെ ശരിക്കും സ്ക്വയർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആഡ് ചെയ്തിട്ട് 80n എന്ന് എഴുതാം. പക്ഷെ ഇവിടെ സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇതിനും സ്ക്വയർ ഉണ്ടെങ്കിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടിനും ഒരേപോലുള്ള ലെറ്റേഴ്സും അതിന്റെ പവറും വരണം, എന്നാൽ മാത്രമേ നമുക്ക് ഇത് ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ആൻസർ ഇങ്ങനെ എഴുതാനേ പറ്റുള്ളൂ. ഇത് തന്നെയാണ് ഇതിന്റെ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ്, അല്ലെങ്കിൽ സമ്മിന്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. 2n² + 6n. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് ഫൈൻഡ് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് 4 7 10 എക്സെട്ര എന്നുള്ളതാണ് സീക്വൻസ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ Sn = pn² + qn എന്നുള്ളതാണ്. p എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസിന്റെ ഹാഫ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. അപ്പോൾ 3ന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 3/2. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1½ എന്ന് എഴുതാം. സാധാരണ 1½ നമ്മൾ ആൾജിബ്ര എക്സ്പ്രഷൻ അങ്ങനെ എഴുതാറില്ല. ഇത് എഴുതിയെന്ന് വിചാരിച്ച തെറ്റൊന്നുമില്ല. ഇങ്ങനെ 3/2 എന്ന രൂപത്തിലേക്കാണ് എഴുതാറ്. അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ 3/2 അതേപോലെ എഴുതി കൊടുക്കാം. ഇനി q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f - p എന്നുള്ളതാണ്. f 4 ആണ്, മൈനസ് p എന്ന് പറഞ്ഞാൽ 3/2. അപ്പൊ 4ൽ നിന്ന് ഈ 3/2 മൈനസ് ചെയ്യണം. എങ്ങനെ ചെയ്യാം? ഇത് ഫ്രാക്ഷൻ ആണ്, എന്നത് ഫ്രാക്ഷൻ ആണോ? ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി നമുക്ക് ബൈ 1 കൊടുത്താൽ മതി. ഏത് നമ്പറിന്റെയും ഫ്രാക്ഷൻ ആക്കാൻ. ഇപ്പൊ രണ്ടും ഫ്രാക്ഷൻ ആയി. ഇനി എങ്ങനെ മൈനസ് ചെയ്യാം? ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം അല്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എന്ന് വെച്ചാൽ ക്രോസ് ആയിട്ട് 4 × 2 8, മൈനസ് സൈൻ കൊടുത്ത് 1 × 3 3 ആണ്, ബൈ 1 × 2 2. നമുക്ക് ഇതിന്റെ ആൻസർ 8 - 3 എന്ന് പറഞ്ഞാൽ 5/2 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് q എന്ന് പറഞ്ഞത് 5/2 ആണ്. ഇനി ഇതിൽ വാല്യൂ കൊടുക്കാം. 3/2 p ന്റെ വാല്യൂ കൊടുത്തു. n² + q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/2 ആണ്, അത് കൊടുത്തു. ഇനി ആ n കൂടി എഴുതാനുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് n ടേംസിന്റെ സം. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 2n² + 3n. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ സീക്വൻസ് തന്നിട്ട് അതിന്റെ സം ഓഫ് n ടേംസ് കണ്ടെത്തുന്ന മെത്തേഡ് ആയിരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്. സം ഓഫ് n ടേംസ് തന്നിട്ടുണ്ട്. ഇനി അത് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. A question find the common difference. അപ്പോൾ നമ്മുടെ ഇവിടെ നമുക്ക് n ടേംസിന്റെ സം എന്ന് പറയുന്നത് 2n² + 3n എന്നുള്ളതായിരുന്നു. ഇവിടെ ശരിക്കും നമ്മള് ഇതിനൊരു സീക്വൻസ് ഉണ്ട്, നമുക്കറിയില്ല. സീക്വൻസ് ഏതൊന്നുണ്ട് നമുക്കറിയില്ല. ഈ സീക്വൻസ് ഉപയോഗിച്ച് നമുക്ക് ആൾജിബ്ര എക്സ്പ്രഷൻ അല്ലെങ്കിൽ സം ഓഫ് n ടേംസ് കണ്ടെത്തിയതാണ് ഈ 2n² + 3n. അതായത് pn² + qn എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ ആ സീക്വൻസിൽ നിന്ന് p-ന്റെയും q-ന്റെയും വാല്യൂ കൊടുത്താൽ കിട്ടുന്ന ആൻസർ അല്ലേ ഈ 2n² + 3n. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടെത്താം? കുറെ പേർക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എന്താ? ഇവിടെ നമ്മൾ p-ന്റെ അതേ സ്ഥാനത്താണ് 2 എഴുതിയത്. p എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ഡിഫറൻസിന്റെ ഹാഫ്. അപ്പോൾ കോമൺ ഡിഫറൻസിന്റെ ഹാഫ് ആണെങ്കിൽ കോമൺ ഡിഫറൻസ്, അതായത് കോമൺ ഡിഫറൻസിന്റെ ഹാഫ് 2 ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്ര ഉണ്ടാവും? 2ന്റെ ഡബിൾ എത്രയാണ്? 4. അപ്പോൾ നമ്മൾ ഇതിന്റെ ആൻസർ ആയി 4 ആണെന്നുള്ളത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ 2 × 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി 4 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെ ഈ കോമൺ ഡിഫറൻസും ഫസ്റ്റ് റാങ്കൊക്കെ കാണുന്നത് മുൻപേ ഒരു പേജ് അല്ലെങ്കിൽ 1.5 പേജൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ ആൻസർ ചെയ്തിരുന്നത്. ഫസ്റ്റ് ടേംസിന്റെ സമ്മ്, ഫസ്റ്റ് 2 ടേംസിന്റെ സമ്മ്, അതേപോലെ ഫസ്റ്റ് 3 ടേംസിന്റെ സം ഇതൊക്കെ കണ്ടെത്തിയിട്ട് ഫസ്റ്റ് 2 ടേംസിന്റെ സമ്മിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യും, 3 ടേംസിന്റെ സമ്മിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്യും. ഇങ്ങനെ ഓരോന്നും സ്റ്റെപ്പായി എഴുതിയിട്ട് സീക്വൻസ് കണ്ടെത്തിയിട്ട് അതിൽ നിന്നൊക്കെ കോമൺ ഡിഫറൻസ് കണ്ടെത്തുന്നതായിരുന്നു. അപ്പൊ അന്നത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമുക്കിത് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കിത് പെട്ടെന്ന് ആൻസർ ചെയ്യാം. അതുകൊണ്ട് ഓരോന്നും ഓരോ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 2n² + 3 എന്നുള്ളതിൽ ഈ n-ന്റെ കൂടെയുള്ള നമ്പറിന്റെ ഡബിൾ എഴുതിയാൽ മതി. ഇനി ഫസ്റ്റ് ടൈം. അപ്പൊ അതിന് മുമ്പ് ശ്രദ്ധിക്കുക, ഇത് സമ്മിന്റെ ആൾജിബ്ര എക്സ്പ്രഷൻ ആണ്. നമ്മൾ സീക്വൻസിന്റെ ആൾജിബ്ര എക്സ്പ്രഷൻ കണ്ടെത്തുന്ന രീതി പറഞ്ഞിരുന്നു. dn + f - എന്നുള്ള ഇക്വേഷനിൽ n-ന് വാല്യൂ കൊടുക്കാതെ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പല നമ്പേഴ്സും കിട്ടാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയാണ് 4n + 2 ഇങ്ങനെ വന്നു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കോമൺ ഡിഫറൻസ് ഏതാണ് എഴുതിയിരുന്നത്?
ഈ എന്നിന്റെ കൂടെയുള്ള നമ്പർ എന്താണോ അത് തന്നെയായിരുന്നു കോമൺ ഡിഫറൻസ്. ഇവിടെ നേരെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്. ഇത് nth ടേം അല്ലെങ്കിൽ സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. ഇത് സീക്വൻസിന്റെ സമ്മിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. എന്ന് വെച്ചാൽ സമ്മിന്റെ n ടേംസ് ആണ്, സം ഓഫ് n ടേംസ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു n മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇവിടെ നമുക്ക് സ്ക്വയർ ഉള്ള n കാണാൻ കഴിയും. അതാണ് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ. സ്ക്വയർ ഉണ്ടെങ്കിൽ അത് സമ്മാണ്, സ്ക്വയർ ഇല്ലെങ്കിൽ അത് സീക്വൻസിന്റെ ആണ്. അപ്പൊ ഇത് രണ്ടും പലർക്കും മാറി പോകാറുണ്ട്. അപ്പൊ ഈ സീക്വൻസിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാൻ ഈ എന്നിന്റെ കൂടെയുള്ള നമ്പർ എത്രയാണോ അത് എഴുതി കൊടുത്താൽ മതി. എന്നാൽ സമ്മിന്റെ കോമൺ ഡിഫറൻസ് കാണാൻ ഈ എന്നിന്റെ കൂടെയുള്ള നമ്പറിന്റെ ഡബിൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 2 കൊണ്ട് ഇവിടെ നമ്പർ എത്രയാണോ അത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ശരിക്കും മുകളിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും ഒന്നുണ്ടെന്നാണ്. അപ്പൊ നമുക്ക് 1/4 എന്ന് പറഞ്ഞാൽ 4 കിട്ടും. അപ്പൊ അതൊന്നും അറിയിക്കണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ n സ്ക്വയർ നോക്കിയാൽ മതി, അതിന്റെ കൂടെയുള്ള നമ്പറിന് ഡബിൾ ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഫസ്റ്റ് ടേം കാണാൻ നമ്മുടെ ബി ക്വസ്റ്റ്യൻ ഏതാണ്, ഫൈൻഡ് ദ ഫസ്റ്റ് ടേം എന്നുള്ളതാണ്. ഫസ്റ്റ് ടേം കാണാൻ ഈ n ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണോ അത് ചെയ്താൽ മതി. 4 + 2 എന്ന് വെച്ചാൽ 6. ഇവിടെ മൈനസ് ആണെങ്കിൽ 4 - 2 ചെയ്താൽ മതി. ഇവിടെയും അതേപോലെ തന്നെയാണ്. അപ്പൊ രണ്ടിലും ഫസ്റ്റ് ടൈം കാണുന്ന മെത്തേഡ് സെയിം ആണ്, കോമൺ ഡിഫറൻസ് കാണുന്നത് മാത്രമേ ഉള്ളൂ ചെറിയൊരു ഡിഫറൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈം കാണാൻ ഈ n സ്ക്വയറും n ഒഴിവാക്കിയാൽ ബാക്കി എന്താണുള്ളത് 2 + 3. 2 + 3 എത്രയാണ് 5 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് ടൈം കിട്ടി. ഇനി സി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ്. സോറി n ടേംസ് അല്ല 10 ടേംസ് ആണ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. n ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. അപ്പോൾ ഈ സീക്വൻസിന്റെ ഫസ്റ്റ് 10 ടേംസിന്റെ സമ്മ് കാണാനാണ് ക്വസ്റ്റ്യൻ. അത് എങ്ങനെ ചെയ്യാം നമ്മൾ മുമ്പേ പഠിച്ചിരുന്നു, n/2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അപ്പോൾ ഫസ്റ്റ് ടേം അറിയാം, ഈ ലാസ്റ്റ് ടേം കണ്ടെത്തി അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വരും. ഇവിടെ നമുക്ക് ആൾജിബ്രിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിലാ n പകരം ഈ 10 കൊടുത്താൽ മതി. n എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്പർ ഓഫ് ടേംസ്. അപ്പൊ 10 ടേംസിന്റെ സമ്മ എന്ന് പറഞ്ഞാൽ n പകരം 10 കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ 2n² + 3n എന്നായിരുന്നു. അപ്പൊ 2 × n പകരം 10 കൊടുത്താൽ 10² + 3 × n. അത് n പകരം 10 കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്ക്വയറും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അതിനുശേഷം മാത്രമേ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ 2 × 10 ന്റെ സ്ക്വയർ 100 + 3 × 10 എന്ന് പറഞ്ഞാൽ 30. ഇനി നമുക്കിവിടെ ഇങ്ങനെ ചെയ്യരുത്, 100ഉം 30ഉം കൂട്ടിയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് തെറ്റാണ്. മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം. ബ്രാക്കറ്റ് ഉണ്ടോ നോക്കുക, ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിനുള്ളിലുള്ളത് ആദ്യം ചെയ്യണം. ഇവിടെ ബ്രാക്കറ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഈ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യാം. 2 × 100 എന്ന് പറഞ്ഞാൽ 200 + 30. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് 230 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് 10 ടേംസിന്റെ സമ്മ് എന്ന് പറയുന്നത് 230 ആണ്. ഇനി ലാസ്റ്റ് ഡി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ nth ടേം ഓഫ് ദിസ് സീക്വൻസ്? ശ്രദ്ധിക്കുക, ഇത് കുറെ പേര് മാറി ചെയ്യാറുണ്ട്. nth ടേം എന്ന് പറഞ്ഞാൽ സീക്വൻസിന്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ്. ഇത് സം ഓഫ് nth ടേംസ് ആണ്, n ടേംസ് ആണ്. ഇത് nth ടേം ആണ്, രണ്ടും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, dn + f - d. അപ്പൊ ഇതിന് d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് 4 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 4. ഇനി nth ടേം ആയതുകൊണ്ട് n ന് വാല്യൂ കൊടുക്കണ്ട, n അതേപോലെ എഴുതി. അടുത്ത് പ്ലസ് സൈൻ ഇട്ടു. f പറഞ്ഞ ഫസ്റ്റ് ടേം അത് 5 ആണ്. 5 - d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് 4. അപ്പോൾ 4n 5 ന് 4 വർഷം എത്രയാണ് 1, പോസിറ്റീവ് 1 ആണ്. അപ്പോൾ 4n + 1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇത് നമുക്ക് n ടേംസിന്റെ സമ്മ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ടേം കണ്ടെത്താന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ 1-2 ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഇവിടെ കുറച്ച് n ടേംസിന്റെ സമ്മ തന്നിട്ടുണ്ട്. ഓരോന്നിലും നമുക്ക് കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കാണും. അപ്പോൾ ഇതില് 3n² + n, അതിലെ കോമൺ ഡിഫറൻസ് എത്ര വരിക, ഈ n കൂടെയുള്ള നമ്പറിന്റെ സ്ക്വയർ അല്ലെങ്കിൽ ഈ 2 × 3 ചെയ്താൽ മതി 6. ഇനി f ഫസ്റ്റ് ടേം n² കൂടെ 3 ഉണ്ട്, ഇടയിൽ പ്ലസ് സൈൻ ഉണ്ട്. എന്ന് വെച്ചാൽ n ഒഴിവാക്കിയാൽ മതി, n² n ഒഴിവാക്കുക. ഇനി ഇവിടെ വെറും n ആണ്, അത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്പർ ഉണ്ടോ? ശരിക്കും നമുക്ക് n കൂടെ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ n കൂടെ നമ്പർ ഇല്ലെങ്കിൽ വെറും n മാത്രമാണെങ്കിൽ ശരിക്കും അതിന്റെ കൂടെ 1 ഉണ്ട് എന്നാണ്. n എന്ന് പറഞ്ഞാൽ ഒരു n ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 1 എന്ന് കൊടുക്കാം. അപ്പോൾ 3 + 1 എത്രയാണ് 4. അപ്പോൾ ഫസ്റ്റ് ടൈം ആദ്യം ഡബിൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നേരിട്ട് ആഡ് ചെയ്താൽ മതി.
കോമൺ ഡിഫറൻസിൽ മാത്രം ഡബിൾ ചെയ്താൽ മതി. ഇനി ഈ ക്വസ്റ്റ്യനിലെ കോമൺ ഡിഫറൻസ് എത്ര വരിക? നേരത്തെ പറഞ്ഞതുപോലെ വെറും n സ്ക്വയർ ആണ്, ഇവിടെ നമ്പർ ഒന്നും ഇല്ല. അതിനർത്ഥം ഇവിടെ എത്ര ഉണ്ടെന്നാണ്? 1 ഉണ്ടെന്നാണ്. അപ്പോൾ 1ന്റെ ഡബിൾ എത്രയാണ്? 2. ഇനി എഫ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2. അപ്പോൾ നമ്മുടെ ആൻസർ -1 എന്ന് കിട്ടും. ഇനി ഈ ക്വസ്റ്റ്യനിലെ കോമൺ ഡിഫറൻസ് 3ന്റെ ഡബിൾ 6. എഫ് ഫസ്റ്റ് ടേം കാണാൻ 3 മൈനസ് 4. 3ന് 4 മൈനസ് ചെയ്താൽ -1. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും ഒക്കെ കാണേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.